ഇൻസ്റ്റ തുറന്നാൽ മൊത്തം ഈ അറേബ്യൻ സൈഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ കുട്ടിയും ചട്ടിയൊക്കെ എടുത്ത് ഞങ്ങളും പോവുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. മുടിഞ്ഞ ബ്ലോക്ക് കാരണം കാറ് 1.5 കിലോമീറ്റർ ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വരേണ്ടി വന്നു. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 100 രൂപയായിരുന്നു ആ ഒരു ദിവസം. കുട്ടികൾക്കൊന്നും വേണ്ടായിരുന്നു ടിക്കറ്റ്. എൻട്രൻസ് തന്നെ ഒരു കപ്പലിൻ്റെ മാതൃകയിലാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗാമ വന്ന കപ്പലിൻ്റെ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം തന്നെ എന്താ രാക്ഷസള്ളി BGM ഒക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പലതരത്തിലും പല വിധത്തിലുള്ള റോബോട്ട്സാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ എന്തിനാണ് എന്താണ് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നല്ല കൂട്ടത്തിലുള്ള ആർക്കും മനസ്സിലായില്ല. ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ എന്തെന്നാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവൊന്നും ഇല്ലായിരുന്നു. എന്നാലും വന്നതല്ലേ കണ്ടതല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒക്കെ മനസ്സിലായ പോലെ അഭിനയിച്ചുകൊണ്ട് നടന്നു. പിന്നെ ഈ കുഞ്ഞപ്പനെ മാത്രമേ എനിക്ക് ഇതിൽ അറിയാമായിരുന്നുള്ളൂ. കുഞ്ഞപ്പനെ പക്ഷേ എന്നാലും എനിക്ക് പേടിയാണ്. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പ സിനിമ കണ്ടത് കൊണ്ട് എനിക്ക് അവനെ ഭയങ്കര പേടിയാണ്. അവൻ എപ്പോഴാണ് മനസ്സ് മാറുക നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒരുപാട് അഭിനയിച്ചു. സത്യത്തിൽ ഇത് നടന്നിട്ടും തീരുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു സെക്ഷൻ ഇവിടുന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗാർഡനിലേക്ക് എത്തിയിട്ട് അവിടെ നമ്മളങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കൂട്ടത്തിൽ ഒരുപാട് കുട്ടികളുള്ളതിനെ കൊണ്ട് അവർക്ക് ഈ ഒരു സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അടുത്തതായിട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള ആളെ കണ്ടത്. ഇതിനെ കാണാനാണ് സത്യത്തിൽ നമ്മൾ വന്നത് തന്നെ, ഈ അനാക്കോണ്ടേനെ കാണാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള അനാക്കോണ്ടേനെ. അടുത്തത് വാട്ടർ എക്സ്പോ ആണ്. സംഭവം ജോക്കുട്ടിന് ഇതൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവളെയും കൂട്ടി പോയത്. പക്ഷെ ഇതൊന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ലായിരുന്നു. അവസാനം ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്തപ്പോഴാണ് അവളുടെ മൂഡൊന്ന് ശരിയായി കിട്ടിയത്. ആ പട്ടി റോബോട്ടിനെ കൂടി കണ്ടപ്പോൾ പിന്നെ പറയണ്ട, അവൾ അന്നേരം തുടങ്ങിയ കരച്ചിലാണ്. പിന്നെ നിർത്തിയിട്ടേയില്ല ആ കരച്ചിൽ. അത് നിർത്താൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ജോക്കുട്ടിൻ്റെ കരച്ചിലിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കി ടീമിനെ മൊത്തം മിസ്സായിട്ടുണ്ടായിരുന്നു. അവരെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ല. അവസാനം ഫോൺ വിളിച്ചിട്ട് നോക്കിയപ്പോഴാണ് അവരിതൊക്കെ കണ്ട് ആദ്യമേ പുറത്തിരിക്കുകയാണെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെ കണ്ട് തീർത്തു. പർച്ചേസിങ്ങിനൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 2-3 ഐറ്റംസ് മാത്രമേ വാങ്ങിയുള്ളൂ.